വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ യേശുക്രിസ്തു വളരെ പ്രധാനപ്പെട്ട അനേകം ആത്മീയ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു ഉപമ പറയുന്നുണ്ട്. നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്, എങ്കിലും ഒരിക്കൽ കൂടി നമുക്കത് വായിക്കാം. യേശു വീണ്ടും ഉപമകൾ വഴി അവരോട് സംസാരിച്ചു. സ്വർഗരാജ്യം തൻ്റെ പുത്രന് വേണ്ടി വിവാഹ വിരുന്നൊരുക്കിയ രാജാവിന് സദൃശം. അപ്പോൾ സ്വർഗരാജ്യത്തെക്കുറിച്ച് കർത്താവ് പറയുന്ന ഉപമയിൽ സ്വർഗരാജ്യം എന്ന് പറയുന്നത് ഒരു വിവാഹ വിരുന്നാണ്. നമുക്കറിയാം, വിവാഹ വിരുന്നെന്ന് പറയുമ്പോൾ ഒരു സന്തോഷത്തിൻ്റെയും പ്രതീക്ഷകളുടെയും പ്രത്യാശയുടെയും ഒരു സ്ഥലമാണ്. നമുക്കറിയാം, ഒരു വിവാഹ വിരുന്നിലേക്ക് ഒരു മണവാളിനെയും മണവാട്ടിയെയും ദൈവം ക്ഷണിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാനിരിക്കുന്ന ആ കുടുംബത്തിൻ്റെയും മക്കളുടെയും തലമുറകളുടെയും ഒരു വലിയ പ്രതീക്ഷകളോടും പ്രത്യാശയോടും കൂടിയാണ് നമ്മളായിരിക്കുന്നത്. ആ സന്തോഷത്തിൻ്റെ പേരിലാണ് എല്ലാവരും ഒന്നു ചേരുമ്പോൾ ആ കുടുംബാംഗങ്ങൾ ഭക്ഷണം പാകം ചെയ്ത് നമുക്ക് നൽകി നമ്മെ നന്നായി സ്വീകരിക്കുന്നതൊക്കെ അവരുടെ സന്തോഷത്തിൻ്റെ, അവരുടെ ജീവിതത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായി മാതാപിതാക്കന്മാരും ആ കുടുംബാംഗങ്ങളും ഒക്കെ കാണുന്നത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു വിരുന്നിനോടാണ് സ്വർഗരാജ്യത്തെ ഉപമിക്കുന്നത്. അത് ചുരുക്കി പറഞ്ഞാൽ സ്വർഗരാജ്യ അനുഭവം പരിശുദ്ധാത്മാവിലുള്ള സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നീതിയും സമാധാനവും ഒക്കെ ഉള്ള ഒരു സംഭവമാണ്. നമ്മൾ കണ്ടു കഴിഞ്ഞു. റോമ 14:17 ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷത്തിൻ്റെ അനുഭവമാണ്. ആ സന്തോഷത്തിൻ്റെ അനുഭവത്തിൽ എന്താണുള്ളത്? നമ്മളെക്കുറിച്ചൊക്കെയുള്ള ആ വിളിക്കപ്പെട്ടിരിക്കുന്ന ആ വിരുന്നിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തികളെക്കുറിച്ചുമുള്ള പ്രത്യാശയും പ്രതീക്ഷയുമാണുള്ളത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്, വിളി ലഭിച്ച ഒരാളാണ് ഞാനെന്ന തിരിച്ചറിവോടുകൂടി ആയിരിക്കണം നമ്മളിവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? നമുക്ക് കാണാൻ സാധിക്കും, വിവാഹ വിരുന്നെന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവാകുന്ന മണവാളനും ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മണവാട്ടിയായ സഭയ്ക്ക് വേണ്ടി ജീവനെ ബലിയർപ്പിച്ച് ഈ മണവാട്ടി സഭയെ വിജാതീയ പുത്രിയിൽ നിന്ന്, വിഗ്രഹാരാധന നടത്തുന്ന മനുഷ്യരുടെ ഇടയിൽ നിന്ന്, പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ഇടയിൽ നിന്ന് യേശുക്രിസ്തു സ്വന്തമാക്കുകയാണ്. അതിനെ ഉപമിക്കുന്നതാണ് കുടുംബജീവിതം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടെ യേശുക്രിസ്തു ചെയ്യുന്ന എന്താണ്? പിതാവായ ദൈവം അയച്ച യേശുക്രിസ്തു ഭൂമിയിൽ വന്നിട്ട് തൻ്റെ ജീവിത പങ്കാളിയെ, പാപത്തിൽ മലിനമായി കിടക്കുന്ന ജീവിത പങ്കാളിയെ വീണ്ടെടുക്കുകയാണ്. എങ്ങനെയാണ് വീണ്ടെടുക്കുന്നത്? സ്വന്തം രക്തവും ജീവനും കൊടുത്തുകൊണ്ടാണ്, അനേകം സഫറിങ്ങിലൂടെയാണ്. അതുകൊണ്ട് കുടുംബജീവിതം എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള സന്തോഷകരമായൊരു സംഭവമല്ല, മറിച്ച് അതൊരു ദൗത്യമാണ് കുടുംബജീവിതം. ആ ദൗത്യത്തിൽ ഒത്തിരി സങ്കടങ്ങളുടെയും വേദനകളുടെയും ദുഃഖങ്ങളുടെയും മുറിവുകളുടെയും ഒക്കെ അനുഭവങ്ങൾ ഉണ്ടാകാമെങ്കിലും അതിൻ്റെ മധ്യത്തിൽ ഒരു ജീവിത ബലിയർപ്പണത്തിൻ്റെ സന്തോഷം, അതാണ് ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത്. ആ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പങ്കാളിയാകാനാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ വ്യക്തിഗത ജീവിതത്തിലും ഒത്തിരി സങ്കടങ്ങളുണ്ടാകാം, ഒത്തിരി ദുഃഖങ്ങളുണ്ടാകാം, പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാം. എങ്കിലും നിങ്ങൾക്ക് ഈ വിരുന്നിലൂടെ ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഉയർത്തെഴുന്നേൽപ്പിൻ്റെയും യോഗ്യത കൊണ്ട് ഒരു സന്തോഷവും സമാധാനവും പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരവും നൽകാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി അനേകരെ ദൈവം വിളിക്കുകയാണ് വിരുന്നിലേക്ക്. അങ്ങനെ വിളിക്കപ്പെട്ട് വന്നവരാണ് നിങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും. ഇനി നമുക്ക് ബാക്കി കേൾക്കാം. വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരെ വിളിക്കാൻ അവൻ ഭൃത്യന്മാരെ അയച്ചു, എന്നാൽ വരാൻ അവർ വിസമ്മതിച്ചു. പ്രിയമുള്ളവരെ, ഭൃത്യന്മാരെ വിട്ടിട്ട് പറയുകയാണ് യജമാനൻ, നിങ്ങളെല്ലാം വരണം, വിവാഹ വിരുന്ന് നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത. നമുക്കറിയാം വിവാഹത്തിൻ്റെ പ്രത്യേകത എന്താണ്? വിവാഹത്തിൽ ഏറ്റവും നല്ല ഭക്ഷണം, 3000 രൂപയുടെ പ്ലേറ്റ് നമ്മൾ ആർക്കെങ്കിലും ചുമ്മാ മേടിച്ചു കൊടുക്കുമോ? നമ്മൾ 500 രൂപ മുടക്കുമ്പോൾ നമ്മൾ കൈ വറയ്ക്കുന്ന പാർട്ടികളാണ്. ആ പാർട്ടികൾ മകളുടെ കല്യാണത്തിന് എന്ത് ചെയ്യും? ഭയങ്കര പിശുക്കന്മാരായിട്ടുള്ള ആളുകളുണ്ട്. 10 പൈസ ചിലവാക്കുകയില്ലാത്ത അനേകം പിശുക്കന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ സഭയിലും ഉണ്ട് അങ്ങനെ. പക്ഷേ മക്കളുടെ കല്യാണം വന്നു കഴിയുമ്പോൾ എന്താണ്? എന്തോരം ദൂർത്താണ് അവർ നടത്തുന്നത്. ഏറ്റവും മുന്തിയ ഹോട്ടലിൽ, ഏറ്റവും വലിയ സൗകര്യത്തിൽ, ഏറ്റവും വലിയ ഭക്ഷണം വേണ്ടതിലും എന്ത് ചെയ്യും? എന്നാലും തിരുമേനി 2 കട കഴിക്കുന്നു പറഞ്ഞുകൊണ്ട് ഇത്രയും നീളമുള്ള മീൻ്റെ ഭക്ഷണം അത് കണ്ടു കഴിഞ്ഞ് തന്നെ ഞങ്ങൾ തലകറങ്ങി വീഴാറുണ്ട്. അതൊക്കെ തരും. എന്താണ്? സന്തോഷം കൊണ്ടാണ്. അപ്പോൾ ഇതാണ് വിവാഹ വിരുന്ന്. എല്ലാം സമൃദ്ധിയാണ്. അവർ മാക്സിമം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സ്ഥലമാണ്. എന്നിട്ടും കുറേ പേര് പറഞ്ഞ് വേണ്ടെന്ന്. മാക്സിമം സന്തോഷം കിട്ടുന്നൊരു ഇടമാണ്. പണ്ടൊക്കെ കല്യാണ വിരുന്നിന് പോകാൻ എല്ലാവർക്കും താല്പര്യമായിരുന്നു. കല്യാണം എന്ന് കേട്ട് കഴിഞ്ഞ് നമ്മൾ കാത്തിരിക്കും. കാരണം എന്താണ്? നല്ല ആഹാരവും വയറു നിറച്ചൊക്കെ കഴിക്കാം. ഒരു
ലോഭമില്ലാതെ ഭക്ഷണം കിട്ടുന്ന സ്ഥലം എന്ന നിലയിൽ പണ്ടത്തെ കാലത്തൊക്കെ ഭയങ്കര സന്തോഷമാണ് ഈ കല്യാണം എന്ന് പറയും. ഇപ്പം പിന്നെ അങ്ങനെ സന്തോഷമൊന്നുമില്ല, കാരണം ഇത് ഹോട്ടലിലോട്ട് ചെന്നാലും നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ളൊരു എല്ലാ രീതിയിലും ബന്ധുക്കളെയെല്ലാം കാണാം, വർത്താനം പറയാം. ഇതെല്ലാം ഉണ്ടായിട്ടും വിളിച്ചിട്ട് കുറച്ച് പേര് വന്നില്ല. ഇതുപോലെയാണ് കാൽവറിയിൽ കർത്താവ് നമുക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെട്ടു. പാപങ്ങളെ മുഴുവനും അവൻ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുക്കാൻ റെഡിയാണ്. പാപം പോകുന്നതോടുകൂടി നമ്മൾ ആരായി തീർന്നു? ദൈവത്തിൻ്റെ മകനും മകളുമായി തീർന്നു, പുത്രനായി. പുത്രൻ്റെ സ്വാതന്ത്ര്യം, പുത്രൻ എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവത്തിൻ്റെ മുഴുവൻ സ്വത്തിൻ്റെ അവകാശി, ഭൂമുഖത്തിൻ്റെ മുഴുവൻ അവകാശിയായി മാറ്റാൻ വേണ്ടിയിട്ട് പിതാവായ ദൈവം യേശുക്രിസ്തുവിലൂടെ നമ്മളെ വിളിക്കുകയാണ്. അതാണ് സ്വർഗരാജ്യ അനുഭവം എന്ന് പറയുന്നത്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ലേ, സത്യമാണ്. എല്ലാത്തിൻ്റെ അവകാശി നമ്മളായി മാറും. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നു, ഭൂമുഖത്തെ എല്ലാത്തിൻ്റെ അവകാശി നമ്മളായി മാറും. അപ്പം നിങ്ങൾ ഓർക്കുക, എന്നിട്ട് പിന്നെ അവകാശിയായിട്ട് മാറിയിട്ട് നമുക്കൊന്നും കിട്ടുന്നില്ലല്ലോ എന്ന്. നിങ്ങളുടെ വീട്ടിൽ 25 ഏക്കർ സ്ഥലമുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ 17ാമത്തെ വയസ്സിൽ നിങ്ങളുടെ അപ്പൻ 25 ഏക്കർ തോട്ടം നിൻ്റെ പേരിൽ എഴുതി, നീ ഇഷ്ടമുള്ള പോലെ കോളേജിൽ പോകുമ്പോൾ കാറ് മേടിക്കുമോ വണ്ടി മേടിക്കുമോ, നീ വേണമെങ്കിൽ ഗൾഫിൽ പൊക്കോ അല്ലെങ്കിൽ നീ ടൂറിന് പൊക്കോ എന്ന് പറഞ്ഞ് വിടുവോ? കൊടുക്കുകയില്ല. കൊടുത്താൽ ഇവൻ തീർന്നു പോകുമെന്നറിയാം, അതുകൊണ്ട് തരുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. പിതാവായ ദൈവത്തിന് നമ്മളെ വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാണെന്ന് ബോധ്യപ്പെട്ടാൽ തൻ്റെ മുഴുവൻ സമ്പത്തിൻ്റെയും ഉടമയായി ദൈവം നമ്മെ മാറ്റും. ഞാൻ 100% ഉറപ്പുള്ള കാര്യം പറഞ്ഞു. നിങ്ങൾ ദൈവത്തിൻ്റെ മകനാണെന്ന്, മകനാണ്, പക്ഷെ അത് നിങ്ങൾ അംഗീകരിച്ച് മകനായി വിട്ടുകൊടുക്കപ്പെട്ടാൽ പിതാവായ ദൈവത്തിൻ്റെ എല്ലാ സ്വത്തുക്കളുടെയും അവകാശി നിങ്ങളായി മാറും. നല്ല മക്കളെ തരും, നല്ല ജോലി തരും, ജോലി സമാധാനം തരും, നല്ല അധികാരികളെ തരും, നല്ല പുരോഹിതന്മാരെ തരും. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു നല്ല പുരോഹിതനുണ്ടായാൽ ആ സമയത്ത് എന്ത് ചെയ്യും? ആ പുരോഹിതന് പ്രാർത്ഥിക്കാൻ തോന്നും നിങ്ങൾക്ക് വേണ്ടി. എന്നാൽ അവർ വരാൻ വിസമ്മതിച്ചു. ഒരു വിഭാഗം ആളുകളുടെ പ്രത്യേകത, വിളി കിട്ടിയാലും അവർ ദൈവവചനം സ്വീകരിക്കുകയില്ല. അവർക്ക് വേറെ പലതുമാണ് അവർക്ക് സന്തോഷം. ഇനി അങ്ങനെയുള്ളവരെ നമുക്ക് വിടാം, അവർ സ്വീകരിക്കാൻ തയ്യാറല്ല. പോയി. വീണ്ടും അവൻ വേറെ ഭൃത്യന്മാരെ അയച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ വിരുന്നു സജ്ജമാക്കിയിരിക്കുന്നു. എൻ്റെ കാളകളെയും കൊഴുത്ത മൃഗങ്ങളെയും കൊന്ന് എല്ലാം തയ്യാറാക്കി കഴിഞ്ഞു. വിവാഹ വിരുന്നിന് വരിക എന്ന് ക്ഷണിക്കപ്പെട്ടവരോട് ചെന്ന് പറയുവിൻ. എന്നാൽ ക്ഷണിക്കപ്പെട്ടവർ അത് വകവയ്ക്കാതെ ഒരുവൻ വയലിലേക്കും വേറൊരുവൻ വ്യാപാരത്തിനും പോയിക്കളഞ്ഞു. ഒരുത്തൻ വയലിലേക്ക് പോയി. അവൻ പറഞ്ഞു, എനിക്ക് സൗകര്യമില്ല, എനിക്ക് സമയമില്ല, കാര്യം വിവാഹ വിരുന്നും കാര്യമൊക്കെ റെഡിയാ, പക്ഷെ എനിക്കിതിന് സമയമില്ലെന്ന്. എനിക്കെന്താ, എനിക്ക് വയലുണ്ട്, അപ്പോൾ വയലിൽ എനിക്ക് കൃഷി ചെയ്യണം, എനിക്ക് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, അതുകൊണ്ട് വരാൻ സമയം കിട്ടത്തില്ല. വേറൊരാൾ പറഞ്ഞു, എനിക്ക് വ്യാപാരമുണ്ട്, അതുകൊണ്ട് എനിക്ക് വരാൻ സമയമില്ല. പല വ്യാപാരങ്ങളുമായിട്ട് പലരും നടക്കുക. കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യാനും കർത്താവിൻ്റെ കൂടെ ഇരിക്കാനും കർത്താവിനെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ ആത്മാർത്ഥമായി ആരാധിക്കാനും മാത്രം സമയമില്ല, ബാക്കി എല്ലാത്തിനും സമയമുണ്ട്. നമ്മുടെയൊക്കെ മീറ്റിങ്ങുകൾ ശ്രദ്ധിച്ചേ, മീറ്റിങ്ങുകളിൽ എല്ലാവർക്കും പ്രസംഗിക്കാൻ അവസരമുണ്ട്. അവസാനം പ്രാർത്ഥനയുടെ സമയമാകുമ്പോൾ ആ സ്വർഗസ്നായ പിതാവിൻ്റെ അത്രേ ഉള്ളൂ, അതിന് മാത്രം സമയമില്ല. എന്നാൽ ഒരു മീറ്റിങ്ങുകളിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുമ്പോൾ ഒരു നല്ല, ഞാൻ ഓർക്കാറുന്ന പരിശുദ്ധ പാത്രിക്കിസോ വന്നപ്പോൾ മീറ്റിങ്ങിൻ്റെ മധ്യത്തിൽ വളരെയധികം കണ്ണു നിറഞ്ഞൊരു കാര്യമാണ്. എന്താണ്? ഇതാ സഭയിലെ സൈഫോ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം, ഇതാ രക്തസാക്ഷികളായ 15 ലക്ഷത്തോളം രക്തസാക്ഷികളായ മനുഷ്യർക്ക് വേണ്ടി തിരികൾ കത്തിച്ചു പിടിച്ച് ലൈറ്റുകളെല്ലാം അണച്ച് ഒരു പ്രാർത്ഥന നടത്തി. സഭയ്ക്ക് വേണ്ടി രക്തസാക്ഷികളായിരുന്നവർക്ക് വേണ്ടി കോരിത്തിരിക്കുന്ന ഒരു അനുഭവമായിരുന്നു. അവരെ മരിച്ച് സ്വർഗത്തിലേക്ക് പോയി അവരെ സഭ ഓർക്കുന്ന സമയം. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ അർഹിക്കുന്ന പ്രാധാന്യം ആരാധനയ്ക്ക്, പ്രാർത്ഥനയ്ക്ക്, കർത്താവിൻ്റെ കൃപ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊടുക്കണം. നമ്മൾ ഈ ഇരിപ്പ് ആദ്യമായിട്ടല്ല ഇരിക്കുന്നത്, പലരും ആദ്യമായിട്ട് ധ്യാനം കൂടുന്നവരുണ്ട്. കർത്താവിന് വേണ്ടി നമ്മൾ സമയം കൊടുത്തിട്ടുണ്ടോ? ആയുസ്സിന് ഇത്രയും ദിവസം കിട്ടി, ഇത്രയും ദൈവം തന്നു നമുക്ക്. എൻ്റെ കർത്താവിന് വേണ്ടി വർഷത്തിലെ ഒരു 5 ദിവസം ഞാൻ മാറ്റി വെക്കും. തിരുമാൻ വേണ്ടി നമ്മൾ പോവുകയില്ലേ? ഗൾഫിൽ നിന്ന് വന്നാൽ ഉടനെ ആഴ്ചയിലൊന്ന് തിരുമാൻ പോകും, അന്ന് ഞങ്ങൾ എങ്ങും പോവുകയില്ല. എന്നാൽ പിന്നെ നിങ്ങൾക്ക് ആഴ്ചയിൽ വർഷത്തിൽ 1 പ്രാവശ്യം ലീവിന് വരുമ്പോൾ ഞങ്ങൾ ഒരാഴ്ച ദൈവവചനം കേൾക്കാൻ പോകും, അന്ന് ഞങ്ങൾ വേറൊരു കാര്യത്തിന് പോകുകയെന്ന് തീരുമാനിക്കുന്ന എത്ര പേരുണ്ട്? അങ്ങനെയുള്ളവരുണ്ട്. ചിലരെന്ത് ചെയ്തു? ഈ അയച്ചവരെ ഉപദ്രവിച്ചുകൂടെ വിട്ടു. അവരെക്കുറിച്ച് 2ാമത്തെ ഗണം. ചിലർ വരികയില്ല. 2ാമത്തെ ഗണം
അയച്ച ഭൃത്യന്മാരെ ചീത്ത പറയുക, ഫേസ്ബുക്കിൽ എഴുതുക, അവരെ ഉപദ്രവിക്കുക, പ്രസ്ഥാനം പൂട്ടാനുള്ള പരിപാടി നോക്കുക. വായിച്ചേ. മറ്റുള്ളവർ ആ ഭൃത്യന്മാരെ പിടികൂടി അവരെ അവമാനിക്കുകയും വധിക്കുകയും ചെയ്തു. രാജാവ് ക്രുദ്ധനായി സൈന്യത്തെ അയച്ച് ആ കൊലപാതകികളെ നശിപ്പിച്ചു. ചിലർ സുവിശേഷ ശുശ്രൂഷയോട് ഭയങ്കര എതിരാണ്. അതിനകത്ത് എന്തെല്ലാം കുറ്റം കണ്ടുപിടിക്കാവോ അതെല്ലാം കണ്ടുപിടിച്ച് ധ്യാനകേന്ദ്രം പൂട്ടിക്കുക, അതിനുവേണ്ടി എഴുതുക. എവിടെയെല്ലാം സുവിശേഷ ശുശ്രൂഷ ആരംഭിക്കുന്നുണ്ടോ ആ വ്യക്തിക്കും ആ സ്ഥാപനത്തിനും ഒരു വലിയ സമൂഹം പലപ്പോഴും എതിരാകുന്നുണ്ട്. കാരണം എന്താണെന്നറിയോ? പിശാചിന് ഏറ്റവും ഭയം സുവിശേഷ ശുശ്രൂഷയാണ്. കാരണം ആളുകൾ മാനസാന്തരപ്പെടും, ആളുകൾ വിശുദ്ധീകരിക്കപ്പെടും, യേശുവിൻ്റെ കൃപ കൊണ്ട് നിറയും. യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കാനുള്ള രക്ഷയുടെ അനുഭവം സ്വന്തമാക്കും സുവിശേഷം ഫലപ്രദമായി നടത്തിയാൽ. അതുകൊണ്ട് ഫലപ്രദമായ സുവിശേഷ ശുശ്രൂഷ നടക്കാതിരിക്കാനുള്ള എല്ലാ പരിപാടിയും മനുഷ്യനെ ഉപയോഗിച്ചുകൊണ്ട് പിശാച് പലപ്പോഴും ചെയ്യാറുണ്ട്. അത് മനുഷ്യൻ്റെ കുറ്റമല്ല. ഇനി അവരെ നമുക്ക് വിടാം, അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവർ ക്രുദ്ധനായി ചിലരെ കൊന്നു, ചിലരെ പീഡിപ്പിച്ചു, ചിലരെ അപമാനിച്ചു. അവരെ നമുക്ക് ക്ഷമിച്ച് പ്രാർത്ഥിച്ച് അവരെ വിടാം. ഇനി അടുത്ത വിഭാഗം. അനന്തരം അവൻ ഭൃത്യന്മാരോട് പറഞ്ഞു, വിവാഹ വിരുന്ന് തയ്യാറാക്കിയിരിക്കുന്നു, എന്നാൽ ക്ഷണിക്കപ്പെട്ടവർ അയോഗ്യരായിരുന്നു. അതിനാൽ നിങ്ങൾ വഴിക്കവലകളിൽ ചെന്ന് അവിടെ കണ്ടെത്തുന്നവരെയെല്ലാം വിവാഹ വിരുന്നിന് ക്ഷണിക്കുവിൻ. വഴിക്കവലകളിൽ പോയി നീ നോക്ക്, ആരേലും അയോഗ്യരായിട്ടുള്ളവരായിരിക്കാം, കുറവുള്ളവരായിരിക്കാം, പോരായ്മയാണ്, നീ അതൊന്നും നോക്കണ്ട, എല്ലാവരെയും വിളിച്ചോ. അങ്ങനെ ഭൃത്യന്മാർ വീണ്ടും പോയി. യോഗ്യതയൊന്നും നോക്കിയില്ല. ഒത്തിരി കുറവുകളുണ്ട്. മദ്യപിക്കുന്ന ആളായിരിക്കാം, കുടുംബജീവിതം തകർന്ന വ്യക്തിയായിരിക്കാം, പാപത്തിൽ വീണുപോയ ആളായിരിക്കാം, അശുദ്ധി വീണുപോയ ആളായിരിക്കാം. നീ കൊണ്ടുപോര്, ഞാൻ വിശുദ്ധീകരിച്ചാൽ ഇവരെല്ലാം വിശുദ്ധരായിക്കോളും. ദൈവം തൊട്ടാൽ ഏത് പാപിയും വിശുദ്ധനാകും. എത്രയോ വലിയ മഗ്ദലന മറിയം, ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിൽ നിന്ന മഗ്ദലന മറിയം എത്ര വലിയ പാപിയായിരുന്നു. 7 ദുർഭൂതങ്ങൾ അവളെ കുടികൊള്ളുന്നു. പാപത്തിൻ്റെ ദുർഭൂതങ്ങൾ അവളെ വലയം ചെയ്തിരുന്നു. അവൾ വിശുദ്ധയായി മാറി. നമ്മുടെ വലിയൊരു പ്രത്യേകതയാണ്. എന്താണ്? എനിക്ക് യോഗ്യതയില്ല, എനിക്ക് യോഗ്യതയില്ല. ശരിയാണ്, എനിക്കുമില്ല യോഗ്യത, നിങ്ങൾക്കുമില്ല. നമ്മുടെ ആളുകളുടെ ഒരു പ്രത്യേകതയാണ്, കുർബാന അനുഭവിക്കാൻ യോഗ്യതയില്ല എനിക്ക്, പള്ളിയിൽ ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കാൻ യോഗ്യതയില്ല, ദൈവത്തിൻ്റെ മകനാകാനും യോഗ്യതയില്ല, ഒന്നിനും യോഗ്യതയില്ല. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ നടന്നോളാം. അങ്ങനെയല്ല, യോഗ്യത നമുക്കില്ല, പക്ഷേ ദൈവം നമുക്ക് യോഗ്യത നൽകിയാൽ നമുക്ക് യോഗ്യത ഉണ്ടാവും. ആ യോഗ്യതയ്ക്ക് പറയുന്ന പേരാണ് കൃപ. അതുകൊണ്ട് ഞാനല്ല എന്നിൽ വസിക്കുന്നത് ദൈവകൃപയാണ്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞാനല്ല എന്നിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ കൃപയാണ് അധ്വാനിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിനക്കെൻ്റെ കൃപ മാത്രം മതി, നിനക്കെൻ്റെ കൃപ മാത്രം മതി. ആ കൃപയിലാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ വിളിക്കപ്പെട്ട് വഴിക്കവലയിലുള്ള പാർട്ടിയെ വിളിച്ചുകൊണ്ട് വന്നാലുള്ള കുഴപ്പം എന്താണ്? മുണ്ടും ഷർട്ടും എല്ലാം ചീത്തയായിരിക്കും, പിന്നെ ബീഡി വലിച്ചതിൻ്റെ മണം കാണും, പിന്നെ അങ്ങനത്തെ ഒത്തിരി കുഴപ്പങ്ങൾ കാണും. ഈ വഴിക്കവലകളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരുന്ന ആളുകളെ പെട്ടെന്ന് ഇമ്മീഡിയറ്റായിട്ട് വണ്ടിയെ കയറ്റിക്കൊണ്ട് പോരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ അവർക്കുണ്ടാകും. അതൊന്നും ഒരു വിഷയമല്ല. കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചെയ്ത കാര്യം എന്താണെന്നറിയോ? പെട്ടെന്ന് വായിച്ചേ. ആ ഭൃത്യന്മാർ നിരത്തുകളിൽ ചെന്ന് ദുഷ്ടരും ശിഷ്ടരും ഉൾപ്പെടെ കണ്ടെത്തിയവരെയെല്ലാം വിളിച്ചുകൂട്ടി. അങ്ങനെ വിരുന്നുശാല അതിഥികളെ കൊണ്ട് നിറഞ്ഞു. എല്ലാവരെയും അതിഥിയായിട്ടാണ് കണ്ടത്. എല്ലാവർക്കും ഭക്ഷണം, എല്ലാവർക്കും സന്തോഷം, എല്ലാവർക്കും സമാധാനം, എല്ലാം കൊടുക്കാൻ കർത്താവ് തയ്യാറായിരിക്കണം. ദുഷ്ടനാണോ ശിക്ഷനാണോ ഒന്നുമില്ല. പരിശുദ്ധാത്മാവിനെ എല്ലാവർക്കും കിട്ടും. അതുകൊണ്ടല്ലേ പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും വിജാതിയരുടെ മേൽ പോലും പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെട്ടു. എല്ലാവർക്കും കൃപ, യോഗ്യതയൊന്നും വേണ്ട. അതുകൊണ്ട് നമ്മൾ യോഗ്യതകളെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. കർത്താവ് നമ്മളെ വിശുദ്ധരാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ ധ്യാനത്തിലൂടെ നമ്മളെ ഓരോരുത്തരെയും വിശുദ്ധരാക്കി മാറ്റാൻ ദൈവം തീരുമാനിച്ചിരിക്കുന്നു. ഇനി ബാക്കി വായിച്ചേ. അതിഥികളെ കാണാൻ രാജാവ് എഴുന്നള്ളിയപ്പോൾ, അതിഥികളെ കാണാൻ രാജാവ് വരുവാണ്. വായിച്ചേ. വിവാഹ വസ്ത്രം ധരിക്കാത്ത ഒരാളെ അവിടെ കണ്ടു. എല്ലാവർക്കും കുളിച്ച് വിവാഹ വസ്ത്രം ധരിച്ചിരിക്കാനായിട്ട് പ്രത്യേകം ഒരു സ്ഥലം ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് എല്ലാം നല്ല മിടുക്കന്മാരായിട്ട് വന്നിരിക്കാമായിരുന്നു. പക്ഷേ ഒരുത്തം മാത്രം ദൈവരാജ്യത്തിൻ്റെ അകത്തേക്ക് എൻട്രി ചെയ്തു, വാതിൽ കയറി.
പക്ഷേ വസ്ത്രം കഴുകിയില്ല, മാറിയില്ല. പഴയ വസ്ത്രം. ഇതാ ഞാൻ മുമ്പേ ഇന്നലെ പറഞ്ഞത്. മനസ്സ് പഴയത്, ശരീരം കല്യാണത്തിന് പങ്കെടുക്കാൻ പറ്റുന്ന രീതി, പക്ഷേ നമ്മുടെ വസ്ത്രം മോശം. വസ്ത്രം ഊരി മാറി. അപ്പം നമ്മൾ ഏത് കാര്യത്തിനാണ് പോകുന്നത് അതിൻ്റെ ഡ്രസ് കോഡ് ഉണ്ടല്ലേ. ഇപ്പോൾ അത് വിദേശത്തൊക്കെ പ്രത്യേകിച്ച് ഇപ്പം ശവാടക്കിന് പോവുകയാണെങ്കിൽ കറുത്ത കോട്ടൊക്കെ ഇട്ട് പൂവൊക്കെ വെച്ച് അങ്ങനെയാണ് പോകുന്നത്. പിന്നെ കടൽ തീരത്ത് പോവുകയാണെങ്കിൽ സൂട്ടിട്ടാണ് പോകുന്നത്. ആ കടൽ തീരത്ത് പോകുന്നതിന് വേറെ വേഷമുണ്ട്, ഓരോന്നിനും ഓരോ വേഷമുണ്ട്. നമ്മുടെ ഇവിടെയോ, നമ്മുടെ ഇവിടെ കടൽ തീരത്ത് പോകുമ്പോൾ സൂട്ടിട്ടുകൊണ്ട് പോകും, എന്നിട്ട് വേണമെങ്കിൽ സൂട്ടറെ വെള്ളം പറ്റി വെച്ച് പോരും. കല്യാണത്തിന് പോകുമ്പോൾ ലുങ്കി എടുത്ത് ഒരു ഷർട്ട് ഇട്ടുകൊണ്ട് പോകും. മരിച്ച വീട്ടിൽ പോകുമ്പോഴത്തേന് അങ്ങനെയാണ്, തലയിൽ കെട്ടുമൊക്കെ കെട്ടി നമ്മൾ മുണ്ടും മടക്കി കുത്തി പോകും. അങ്ങനെ നമുക്കെല്ലാം ഡ്രസ് കോഡിനെ കുറിച്ച് വലിയ വിവരമില്ല. വിവാഹത്തിൻ്റെ ഒരു ഡ്രസ് കോഡ് ഉണ്ടായിരുന്നു. ആ ഡ്രസ് കോഡ് ധരിക്കാൻ യജമാനോടെ ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ധരിക്കാതെ, ധരിച്ചു കഴിഞ്ഞാൽ ഓക്കെ കയറി വരാം. ചില ഹോട്ടലുകളിൽ കയറുന്നതിന് അതിനൊരു പ്രത്യേക ഡ്രസ് കോഡ്, ഷൂ ഇടാതെ ഒന്നും കയറാൻ പാടില്ലാത്ത ഹോട്ടലുകളുണ്ട്. അങ്ങനെയൊക്കെ ഓരോ മേഖല ഉണ്ട്. എന്ന് പറഞ്ഞതുപോലെ സ്വർഗരാജ്യത്തിലേക്ക് കയറാനൊരു ഡ്രസ് കോഡുണ്ട്, അത് ധരിക്കണം. അതവിടെ റെഡിയായിരുന്നു. പക്ഷേ ഒരുത്തൻ പറഞ്ഞു, ഞാൻ ഡ്രസ് കോഡൊന്നും ഇടുകയില്ല, ഷൂ ഇടാൻ എന്നെ കൊണ്ട് പറ്റുകയില്ല, ഞാൻ ലുങ്കിയോ ഉടുക്കത്തുള്ളൂ, പിന്നെ ഞാൻ ഷർട്ടിൻ്റെ ബട്ടൺസ് ഇടുകയില്ല, ഞാൻ കുളിക്കത്തില്ല, പല്ലും തേക്കത്തില്ല, പക്ഷേ ഞാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കും. അങ്ങനത്തെ ആളുകളുണ്ട്. അതാണ് നമ്മൾ ക്രിസ്ത്യാനികൾ. കർത്താവിൻ്റെ വിളി സ്വീകരിച്ചു, മാമോദീസ എന്ന കൂദാശയിലൂടെ ഉടമ്പടി ചെയ്തു, മൂറോൻ അഭിഷേകം സ്വീകരിച്ചു. ഇതെല്ലാം പുതിയ വസ്ത്രങ്ങളാണ്. എന്നിട്ട് അതിൻ്റെ യോഗ്യതയ്ക്കൊത്ത് ജീവിക്കുകയില്ല. ഞാൻ കള്ളുകൂടി നിർത്താൻ പോകുന്നില്ല, ഞാൻ വീഡിയോയിൽ നിർത്താൻ പോകുന്നില്ല, ഞാൻ ഭാര്യയെ തല്ലും, ഞാൻ ഭർത്താവിനോട് തർക്കുത്തരം പറയും, ഞാൻ മാതാപിതാക്കളെ ബഹുമാനിക്കുകയില്ല, ഞാൻ ഇച്ചിരി പോൺ വീഡിയോ ഒക്കെ കാണും, അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. ഞാൻ ഫേസ്ബുക്കിനകത്ത് ചിലപ്പം വല്ലതൊക്കെ എഴുതി വിട്ടെന്നിരിക്കും, എനിക്ക് തോന്നിയതൊക്കെ. ഞാൻ അച്ഛന്മാരെ കാണുമ്പോൾ തെറി പറയും. ഇതൊക്കെ ആയിട്ട് എന്നെ സ്വീകരിക്കാമെങ്കിൽ സ്വീകരിച്ചാൽ മതി. ഇതാണിപ്പോൾ ക്രിസ്ത്യാനികളുടെ ഒരു അവസ്ഥ. എല്ലാ സഭയിലും പ്രശ്നമാണ്, ഒരു സഭയല്ല. എന്താ പ്രശ്നം? ഇതാ വസ്ത്രം ധരിക്കാതെ, ദൈവം തന്നിരിക്കുന്ന കൃപയുടെ വസ്ത്രം ധരിക്കാതെ സ്വർഗരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി, അനുഭവത്തിന് വേണ്ടി നിൽക്കുന്നതാണ് നമ്മുടെ പ്രശ്നം. നമുക്കിപ്പോൾ അതേ പ്രശ്നമുള്ളൂ. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന എന്താണ്? നമ്മുടെ ഈ മലിന വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റണം. ഇതാണിപ്പോൾ ഈ ആ ധ്യാനത്തിൻ്റെ 1ാം ഘട്ടം നടക്കുന്നത്. സ്വർഗീയ വിവാഹ വിരുന്നിന് വേണ്ടി നമ്മൾ ആദ്യം മലിന വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റണം. അതെന്താണ് ഈ മലിനമായത്? എങ്ങനെയാണ് ഈ വസ്ത്രം മലിനമായത്? നമ്മുടെ പാപം വഴി. നമ്മുടെ പാപം വഴി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കൈവപ്പ് കിട്ടിയപ്പോൾ, സാമുവേലിൽ നിന്ന് കൈവപ്പ് കിട്ടിയപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം അവൻ്റെ മേൽ വന്നു. കൈവപ്പ് പോയതെപ്പോഴാണെന്നറിയോ? ഇതാ ദാവീദ് ഗോലിയാത്തിനെ കൊല്ലാൻ പോയി. ദാവീദിൻ്റെ കയ്യിൽ ആദ്യം ദേഹത്ത് പടച്ചട്ടയൊക്കെ ഇട്ട് നോക്കിയതാ. ദാവീദ് എന്ന് പറയുന്ന ഈ ആട്ടിടയൻ ഇതൊന്നും ചേരുകയില്ല, കല്ലും കവണയുമായിട്ട് ആണ് പോകുന്നത്. ഇങ്ങനെ വെച്ചാൽ അടിച്ച് തെറിപ്പിക്കാമെന്ന് പറഞ്ഞു പോയി. അവനതാണ് പ്രാക്ടീസ് ചെയ്തത്. മതി, നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് മതി, കർത്താവിന് ഉപയോഗിക്കാൻ അത് മതി. പാട്ട് പാടാൻ കഴിവുള്ളൊരു പാട്ട് പാടുക, ഒരു വചനേ പറയാൻ കഴിവുള്ള ഒരു വചനം മതി. കർത്താവിന് ഉപയോഗിക്കാൻ, ഒരു മനുഷ്യനെ ഉപയോഗിക്കാൻ ഒത്തിരി അറിവൊന്നും വേണ്ട, നിസ്സാര കാര്യങ്ങൾ മതി. അവൻ പോയി, അവൻ ഗോലിയാത്തിനിട്ട് ഒരടി അടിച്ചു. ഗോലിയാത്ത് കമന്ന് നല്ല താഴെ. ദാവീദൻ ഗോലിയാത്തിനെ കൊന്നിട്ട് വരുമ്പോൾ ശൗലും എല്ലാവരും ഉണ്ട്. ഉടനെ ഇത് ആളുകളെല്ലാം പാടി, ഇതാ നമ്മുടെ സൗൽ 1000 കൊന്നു, ദാവീദ് 10,000 വധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആർത്ത് അട്ടഹസിച്ച് പാടുകയാണ്. ഉടനെ സൗൽ ഓർത്തു, നമ്മൾ രാജാവായിട്ട് നമ്മുടെ കാര്യം 1000, 10,000 മറ്റവർ. ഈ രീതി പോയാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്നെ ഇവിടുന്ന് സ്ഥാനഭ്രഷ്ടനാക്കിയിട്ട് ദാവീദിനെ പിടിച്ച് രാജാവാക്കുമോ എന്ന ഭയം അവൻ്റെ ഉള്ളിൽ കയറി. കാരണം എന്താണ്? അസൂയ. പെട്ടെന്നൊരു ദുരാത്മാവ് വന്ന് ആവസിച്ചു, അവൻ്റെ കൃപ പോയി. കണ്ടോ? ദുരാത്മാവ് കയറുന്നപ്പോഴാണെന്നറിയോ? നമ്മുടെ മനസ്സിൽ
ഇതാ നെഗറ്റീവ് ചിന്തകൾ വരും. സ്വാർത്ഥത, അഹങ്കാരം, ഇത് രണ്ടും കൂടെ കയറിക്കഴിഞ്ഞാൽ വെറുപ്പ് വരും. ദാവീദിനോട് ദേഷ്യമായി, വെറുപ്പ്. ഇത് മൂന്നൂടെ വന്നു കഴിഞ്ഞാലോ പിന്നെ നമ്മൾ കൊലപാതകം, മറ്റുള്ളവനോട് വെറുത്തിട്ട് നമ്മളവനെ എങ്ങനെയാണ് നശിപ്പിക്കാൻ ശ്രമിക്കും. അതോടുകൂടി ഓരോരോ ദുരാത്മാവ് വരും. അഹങ്കാരത്തിൻ്റെ, സ്വാർത്ഥതയുടെ, വിദ്വേഷത്തിൻ്റെ, വെറുപ്പിൻ്റെ, വൈരാഗ്യത്തിൻ്റെ ദുരാത്മാക്കൾ വന്ന് കയറിക്കഴിഞ്ഞാൽ പിന്നെ വടി, പിന്നെ പ്രാർത്ഥിക്കാൻ പറ്റുകയില്ല, ദൈവത്തെ സ്തുതിക്കാൻ പറ്റുകയില്ല. അങ്ങനെയാണ് ഈ ദൈവകൃപ ചോർന്നു പോകുന്നത്. അതുകൊണ്ട് നമ്മുടെയൊക്കെ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കുടുംബജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ടവർ കുടുംബജീവിതത്തിൻ്റെ ദൈവകൃപ ചോർന്നു പോയവരാ. അതുകൊണ്ടാണ് നിങ്ങളുടെ വീട്ടിൽ സമാധാനം ഇല്ലാത്തത്. കുട്ടികളിൽ നിന്ന് കൃപ ചോർന്നു പോയി കാണും. അതുകൊണ്ടാണ് കുട്ടികൾക്ക് വളരാൻ പറ്റാത്തത്, ആത്മാവിൽ കൃപയിൽ വളരാൻ പറ്റാത്തത്. ഒരു പുരോഹിതനായിക്കൊള്ളട്ടെ, പുരോഹിതൻ ദൈവകൃപ നഷ്ടപ്പെട്ട വിദ്വേഷവും വെറുപ്പും വൈരാഗ്യമായി പോയി കഴിഞ്ഞാൽ പോവും. ശുശ്രൂഷകളൊന്നും പിന്നെ ഫലവത്താകുകയില്ല. പൗരോഹിത്യം നിലനിൽക്കും, പക്ഷെ അതിൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ ആ കൃപ ആ വ്യക്തിയിലൂടെ പ്രവർത്തനനിരതമാകാതിരിക്കും. വചനപ്രഘോഷണം ഫലപ്രദമാകുകയില്ല. ശുശ്രൂഷ ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റുകയില്ല. മൊത്തത്തിൽ നമ്മൾ അസ്വസ്ഥരായിത്തീരും. ഒന്നിനും താല്പര്യം ഉണ്ടാകുകയില്ല. 10 മണിയെന്ന് പറഞ്ഞാൽ 12 മണിക്ക് വരത്തുള്ളൂ. വന്നാലുടനെ എത്രയും പെട്ടെന്ന് സ്ഥലം പെടണം എന്നുള്ള ചിന്ത, കാര്യങ്ങൾക്കകത്ത് ഇൻട്രസ്റ്റ് ഇല്ലാത്ത അവസ്ഥ. ഇതൊക്കെ വരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? കൃപ ചോർന്നു പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഒരു വസ്ത്രമുണ്ട്, അതെങ്ങനെ നമ്മുടെ ആത്മാവിൽ കിട്ടിയിരിക്കുന്ന വസ്ത്രമാണ്. ഇതിന് പറയുന്ന പേര് വരപ്രസാദം, കൃപാവരം എന്നൊക്കെ പറയും. ഇതെന്താണ്? ദൈവവും ഞാനും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഈ വസ്ത്രം എന്ന് പറയുന്നത്, ഈ കൃപാവസ്ത്രം. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും സ്നേഹത്തെ പ്രതി അനുസരിക്കുമ്പോൾ ദൈവം തൻ്റെ ആത്മാവിനെയും സ്വർഗരാജ്യത്തിൻ്റെ സമ്പത്തും നമുക്ക് വേണ്ടി നമുക്ക് ചുറ്റും മാലാഖമാരെയും തരുന്നു. ഇതാണ് ഒരു റിലേഷൻഷിപ്പ്. ഇതാണ് കൃപയുടെ ആത്മാവെന്ന് പറയുന്നത്. ഈ വസ്ത്രം എല്ലാവരുടെ മേലുമുണ്ട്. പാപം ചെയ്യുമ്പോൾ എന്നാ സംഭവിക്കുന്നറിയോ? ഈ കൃപാവസ്ത്രം പതുക്കെ പൊട്ടാൻ തുടങ്ങും. കൃപയുടെ വസ്ത്രങ്ങൾ പതുക്കെ പൊട്ടിപ്പോവും. അങ്ങനെ അവസാനം എന്തു ചെയ്യും? ദൈവാത്മാവിന് പാപം ഒരു മനുഷ്യനെ പൂർണ്ണമായി കീഴടക്കിയാൽ ദൈവത്തെ അവൻ തള്ളിപ്പറയും. ഓ ദൈവം, എന്ത് ദൈവം എന്ന് പറഞ്ഞ് തള്ളിപ്പറയും. അതോടുകൂടി ദൈവത്തിൻ്റെ ആത്മാവിന് അവന് പ്രവർത്തിക്കാൻ പറ്റാത്ത വിധം പുറകോട്ട് മാറും, കരഞ്ഞുകൊണ്ട്. പരിശുദ്ധാത്മാവ് കരഞ്ഞുകൊണ്ട് പിന്മാറും. ഇങ്ങനൊരവസ്ഥയുണ്ട്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഈ പൈശാചിക ശക്തി ഇവൻ്റെ ആത്മാവിലേക്ക് കയറി വലയം ചെയ്യും. ഇവനെ പൂർണ്ണമായിട്ട് അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാലോ ദൈവീക സാന്നിധ്യം അവനെന്നും ദുസ്സഹമായി അനുഭവപ്പെടും. പാപത്തിൽ വീഴുന്ന ഒരു വ്യക്തിയുടെ കൃപ നഷ്ടപ്പെട്ട ഒരു ദൈവപൈതലിൻ്റെ അവസ്ഥയാണ്. അവന് പാപ സാഹചര്യങ്ങൾ, ചെറിയൊരു സാഹചര്യം വന്നാൽ മതി, അന്നേരം അവന് സന്തോഷം ഉണ്ടാകും. അവൻ പെട്ടെന്ന് ആ പാപത്തിലേക്ക് വീണു പോകും. എന്നാൽ ദൈവസാന്നിധ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ, ദൈവസാന്നിധ്യമുള്ള ഇടങ്ങളിൽ ചെന്ന് കഴിയുമ്പം ക്ഷീണം, തളർച്ച, ഉറക്കം, അസ്വസ്ഥത, വീട്ടിൽ പോയേക്കാം, കുടിയാനായിട്ട് ഇവിടെ വന്നല്ലോ, ഇങ്ങനത്തെയുള്ള ചിന്തകൾ കൊണ്ട് നിറയും. ആലസ്യത്തിലേക്ക് പോകും. ഇതൊരു പൈശാചിക പീഡയാണ്, പൈശാചിക ബന്ധനമാണ്. ഇതറിയണം നമ്മൾ. ഇനി ഇതെങ്ങനെയാണ് പൊട്ടുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാം. ഇന്നത്തെ അവസ്ഥ ആയിരിക്കില്ല നാളത്തെ അവസ്ഥ, നാളത്തെ അവസ്ഥ ആയിരിക്കില്ല നാളെ കഴിഞ്ഞത്തെ അവസ്ഥ. എപ്പോഴും പ്രാർത്ഥിക്കണം, ദൈവത്തിൻ്റെ തിരുമുഖം കാണണം എന്നൊക്കെ ചിന്തിക്കുന്നൊരവസ്ഥയിലേക്ക് നിങ്ങളെ രൂപാന്തരപ്പെടുത്തും. അപ്പോൾ ഇതാണ് കൃപാവസ്ത്രം. ഇത് ഓരോ വ്യക്തിയിലും ദൈവം വന്ന് വസിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ എന്ന് പറഞ്ഞതുപോലെ ദൈവം നമ്മുടെ കൂടെയാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ വലയം ചെയ്ത് നിൽക്കും. പരിശുദ്ധാത്മാവ് എവിടുന്നാണ് പോകുന്നത്? പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവൻ. അവൻ നമ്മുടെ കൂടെ വസിക്കുന്നത് കൊണ്ട് നമ്മൾ സംസാരിച്ചാൽ ഉടനെ പിതാവ് അറിയും, നമ്മൾ കരഞ്ഞാൽ പിതാവ് അറിയും, നമ്മൾ മനസ്സിൽ വേദനിച്ചാൽ സങ്കടപ്പെട്ടാൽ അന്നേരം പിതാവ് അറിയും. പരിശുദ്ധാത്മാവ് പിന്മാറിക്കഴിഞ്ഞാലോ പിതാവിന് ആക്സസ് ഇല്ലാതാകും നമ്മുടെ ജീവിതത്തിലേക്ക്. പിതാവിന് ഒരു ഗിഫ്റ്റ് കൊടുത്തു വിട്ടു, നമുക്ക് തരാൻ നമ്മുടെ കയ്യിലെത്തുകയില്ല. പിതാവ് രോഗശാന്തി തന്നു, നമ്മുടെ കയ്യിലെത്തുകയില്ല. പിതാവ് നമുക്ക് വേണ്ടി നമുക്ക് മുമ്പേ പോയി നമ്മുടെ ജോലി കാര്യങ്ങൾ ക്രമീകരിക്കാൻ ഒരു മാലാഖ വിട്ടാൽ മാലാഖയ്ക്ക് നമ്മുടെ ഫയലിൻ്റെ അടുത്ത് എത്താൻ പറ്റത്തില്ല. കാരണം പിശാച് ഇതെല്ലാം കൈപ്പിടിച്ചിരിക്കുകയാണല്ലോ. നിങ്ങളൊരു പാപം ചെയ്യുമ്പോൾ നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ വസ്തുവകകളെയും
സ്വത്തുക്കളെയും എല്ലാം നിയന്ത്രണം സാത്താൻ്റെ കയ്യിലേക്ക് പോകും. അതോടുകൂടി പുത്രസ്വീകാര്യത്തിൻ്റെ സ്വാതന്ത്ര്യം, മകനെന്ന സ്വാതന്ത്ര്യം നിങ്ങൾക്ക് പൂർണ്ണമായി നഷ്ടപ്പെടും. അവസാനം നമ്മൾ പറയും, എന്താ പറയുന്നത്? ദൈവമേ, ആ പന്നിക്ക് കൊടുത്ത തവിടെങ്കിലും എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ. ഞാൻ അത്ഭുതത്തോടെ കണ്ടിട്ടുണ്ട്. പന്നിക്ക് കൊടുത്ത തവിടെങ്കിലും എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ. സമ്പന്നരായ പല മനുഷ്യരുടെയും ഗതി അങ്ങനെയായിട്ടുണ്ട്. സമ്പന്നരായ മനുഷ്യർ, വളരെ സമ്പന്നമായൊരു കുടുംബം, അവരെന്നോട് പറയുമായിരുന്നു, അവർ സാമ്പത്തികമായി തകർന്നു. സമ്പന്നരെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സമ്പന്നരൊന്നുമല്ല, ഒരു 10-60 കോടി രൂപയുടെ ആസ്തിയുള്ളവരാണ്. അവരവസാനം ഇടയ്ക്കൊക്കെ എന്നെ കാണാൻ വരുമ്പോൾ ഡ്രൈവർ കാർ ഓണാക്കിയിട്ടിട്ട് അതിലാണ് ഇരിക്കുന്നത്. ഓടി കാറിൽ ഡ്രൈവർ AC ഓണാക്കിയിട്ട് കിടക്കുക. ഞാനൊരു ദിവസം കാർ ഓണായി കിടക്കുന്നുണ്ടപ്പോൾ ഞാൻ പോയി കൊട്ടി, ഇതെന്താ കാറിങ്ങനെ ഓണായി കിടക്കുന്നറിയാം. അപ്പോൾ ഗ്ലാസ് താത്തു, ഡ്രൈവർ കാറെ സുഖമായിട്ട് കിടന്നു ഉറങ്ങുക. ഞാൻ പറഞ്ഞോളൂ, തനിക്ക് നാണയില്ലേ? തനിക്കാ പുറത്തോട്ടെങ്ങാൻ ഇറങ്ങിയത്? ഈ മനുഷ്യർ സാമ്പത്തികമായി തകർന്ന് തരിപ്പണായി കിടക്കുന്നു. നിങ്ങളന്നേരം അവരുടെ കാർ ഓണാക്കിയിട്ടിട്ട് അവരെന്ത് ചെയ്യുക? ഉപദേശം കേട്ടോണ്ടിരിക്കും. ഞാൻ അവരോട് സംസാരിച്ച് അവരെന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇത്രയും പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ദിവസം ഞങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് 500 രൂപ തികച്ചെടുക്കാൻ പറ്റത്തില്ല. 500 രൂപ ഞങ്ങളുടെ ബിസിനസ്സിൽ ഞങ്ങൾക്ക് എടുക്കാനില്ല. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളിങ്ങോട്ട് വാ, രാവിലെ പുല്ല് പറിച്ചാൽ മതി, 750 രൂപ തരാമെന്ന് പറഞ്ഞു, നിങ്ങൾക്ക് 2 പേർ കൂടെ. അവസ്ഥയൊന്നാലേ ചോദിക്കും. 60 കോടി രൂപ ആസ്തിയുള്ളൊരു മനുഷ്യൻ്റെ അവസ്ഥ 500 രൂപ എടുക്കാൻ നിങ്ങൾ വിശ്വസിക്കുകയല്ല. പക്ഷേ ഞാനിത് ദൃക്സാക്ഷി ആയതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. മക്കളുടെ ഫീസ് കൊടുക്കാൻ കാശില്ല. എന്നിട്ട് പറഞ്ഞു, കഴിഞ്ഞ മാസം ഫീസ് കൊടുത്തത് ആരാന്നറിയോ തിരുമേനി? ഇല്ല. ഞാൻ പറഞ്ഞില്ല. ആ മനുഷ്യൻ്റെ പേര് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. 300ഓളം മാനസിക രോഗികളെ തെരുവിൽ നോക്കുന്ന 300ഓളം മാനസിക രോഗികളെ തെരുവിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്നിരിക്കുന്ന മെഡിക്കൽ കോളേജിലെ വെറും അറ്റൻഡറായി ജീവിക്കുന്ന മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് 30,000 രൂപ അയച്ചു കൊടുത്താണ് എൻ്റെ കുഞ്ഞിന് ഞാൻ ഫീസ് അടച്ചത്. ആരാ സമ്പന്നൻ ഈ ഭൂമി? ഒരു കുഞ്ഞ് രോഗിയായിട്ട് കിടന്നു, വർഷങ്ങളോളം ഒരു കുഞ്ഞ് രോഗിയായി കിടന്നു. പി.യു. തോമസിൻ്റെ ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് മരിച്ചത്. വീടില്ലായിരുന്നു അദ്ദേഹത്തിന്. നല്ല കാലത്തോളം അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യങ്ങൾ വീടുണ്ടാകാൻ പറ്റിയില്ല. ആ മനുഷ്യനാണ് സമ്പന്നനായ ഒരു വ്യക്തിക്ക് ഫീസ് അടച്ചത്. ആരാ സമ്പന്നൻ? ദൈവം ആരെ മകനായി കാണുന്നു, മകനായി സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു, ആര് ദൈവത്തെ തൻ്റെ പിതാവായി അംഗീകരിച്ചുകൊണ്ട് അപ്പൻ്റെ കൽപ്പനയും ചട്ടങ്ങളും പാലിച്ച് അപ്പൻ്റെ നെഞ്ചോട് ചേർന്നിരിക്കും, അവനാണ് യഥാർത്ഥ മകൻ. അവനാണ് സമ്പന്നൻ ഭൂമിയിൽ. കാശുള്ളവൻ സമ്പന്നനല്ല. കാറുണ്ടായ സമ്പന്നനാകുകയില്ല, ഓടിക്കാറുണ്ടെങ്കിൽ സമ്പന്നനാകുകയില്ല. നമ്മളെല്ലാം കാശിൻ്റെ പുറകെ ഓടുക അല്ലേ? കാശേ കാശേ കാശേ. പൈസ ആവശ്യമുണ്ട്, പക്ഷേ പണം ദൈവമാകരുത്. അത് നിങ്ങളുടെ കാര്യം മാത്രമല്ല, ഞങ്ങളുടെ കാര്യം കൂടിയാണ് പറഞ്ഞു. ഒരാൾക്കും പണം ദൈവമാകരുത്. പണമല്ല നമ്മളെ നിയന്ത്രിക്കേണ്ടത്, നയിക്കേണ്ടത്. ഇന്ന് ലോകം മുഴുവനും എന്താണ്? പണത്തിൻ്റെ പിന്നാലെ. പണക്കാരന് മാത്രമേ എവിടെയും പലപ്പോഴും ആക്സസ് ഉള്ളൂ. ഗതികെട്ടവൻ ആക്സസ് ഇല്ലാത്ത അവസ്ഥ, പ്രവേശനമില്ല, അവൻ പരിഗണിക്കപ്പെടാതെ പോകുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ വിവാഹ വിരുന്നിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന നമ്മൾ പാപം ചെയ്യുമ്പോൾ പിതാവായ ദൈവം നമുക്ക് നൽകാനിരിക്കുന്ന ദൈവിക അനുഗ്രഹങ്ങളൊന്നും നമുക്ക് കിട്ടാതെ വരും. Everybody